ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബിസിനസ് എത്തിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ ബിസിനസ് ഫീൽഡുമായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഫെമിലിയർ ആവാത്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന ഒരു വാക്കാണ് എത്തിക്സ് നോക്കി കളിക്കട, അല്ലെങ്കിൽ എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോറൽ പ്രിൻസിപ്പിൾസ്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള കുറച്ച് അടിസ്ഥാന തത്വങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ധർമ്മത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് എ മോറൽ ഗൈഡ് ലൈൻസ് വിച്ച് ഗവേൺ ഗുഡ് ബിഹേവിയർ അല്ലേ? നല്ലൊരു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ്, നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. പൊതുവേ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ്റെ എത്തിക്സിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ എത്തിക്സ് ആണ് പലപ്പോഴും ഒരാളുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളോ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിനെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു എത്തിക്കൽ കോഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കാറുള്ളത് അല്ലേ? അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമുക്ക് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റലും സ്പിരിച്വലും ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും ഡിസ്സാറ്റിസ്ഫാക്ഷനും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വേദനയും സന്തോഷമൊക്കെയാണ് നമ്മൾ ഏതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്തിക്സ് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളിലൂടെ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദാറ്റ് ഡീൽ വിത്ത് സെർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട് ആൻഡ് റൂൾസ് അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സുഖമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലവാരം വെക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തും, അപ്പോൾ നമുക്ക് പറയാം അയാളുടെ എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ജീവിത നിലവാരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ടാണ് ആൾക്കാർ എത്തിക്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നല്ല എത്തിക്സും ഉണ്ട്, മോശം എത്തിക്സും ഉണ്ടെന്ന് നമുക്ക് പറയാം. നിയമപരമായിട്ടുള്ളതുണ്ട്, നിയമപരമല്ലാത്ത എത്തിക്സും ഉണ്ടെന്ന് നമുക്ക് പറയാം. നല്ലത്, മോശം, നിയമപരമല്ലാത്തത്, അങ്ങനെയെല്ലാം നമുക്ക് പറയാം. അപ്പോൾ എന്താണ് എത്തിക്സ് എന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് ഈ എത്തിക്സ് വന്നതെന്ന് നോക്കാം. അപ്പോൾ എത്തിക്സ് എന്നുള്ളൊരു വാക്ക് വന്നിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. എത്തിക്കോസ്, ETHIKOS. എത്തിക്കോസ് എന്ന് വെച്ചാൽ കസ്റ്റം, അല്ലെങ്കിൽ ക്യാരക്ടർ, സ്വഭാവം, അല്ലെങ്കിൽ സവിശേഷത എന്നൊക്കെയാണ് എത്തിക്കോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻസ് അപ്രൂവ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരു സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങളെ, അല്ലെങ്കിൽ നിയമസംഹിതേനെയാണ് നമ്മൾ എത്തിക്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വിഷയം കേട്ടില്ല, ശബരിമലേൻ്റെയൊക്കെ വിഷയം കേട്ടില്ല. അപ്പോൾ അതിന് ശബരിമലേൻ്റെ വിധിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് അത് നമ്മുടെ എത്തിക്സിന് എതിരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്തിക്സ് എന്ന് വെച്ചാൽ ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിയമാവലി, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, എത്തിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, പ്രതികൂലിക്കുന്ന ആൾക്കാരുണ്ട്, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ എത്തിക്കോസ് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്, ഒരു ശാസ്ത്രമാണ് അല്ലേ? എന്താണ് അത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്? വിച്ച് ഡീൽസ് ഹ്യൂമൻ കണ്ടക്ട് അല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്തിക്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ എത്തിക്സ് എന്നുള്ളൊരു ലാറ്റിൻ വേർഡാണ്, അല്ലെങ്കിൽ എത്തിക്കസ്, ETHICUS, എത്തിക്കസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്, അല്ലെങ്കിൽ ഗ്രീക്കായിട്ടുള്ള എത്തിക്കോസ് എന്നാണ് ഈ എത്തിക്സ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് വെച്ചാൽ ക്യാരക്ടർ, അല്ലെങ്കിൽ മാനർ എന്നൊക്കെയാണ് പറയുന്നത്. ഒരാളുടെ സ്വഭാവ സവിശേഷത, പ്രകൃതം എന്നൊക്കെ നമുക്ക് ഏതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, എത്തിക്സിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു മോറൽ വാല്യൂവിൻ്റെ സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോറൽ പ്രിൻസിപ്പിൾസിനെയാണ്, അല്ലെങ്കിൽ റൂൾ ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ചെറിയ 2 ഡെഫിനിഷൻസാണ് ഉള്ളത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി അത് നമ്മുടെ എത്തിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്: എത്തിക്സ് ആസ് ദ ട്രീറ്റിംഗ് ഓഫ് മോറൽ ക്വസ്റ്റ്യൻസ് അല്ലേ? എത്തിക്സ് ആസ് ദി ട്രീറ്റിംഗ് ഓഫ് മോറൽ ക്വസ്റ്റ്യൻസ്. മോറൽ എന്ന് വെച്ചാൽ
സാമൂഹ്യപരമായിട്ടുള്ള മോറൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സദാചാരം എന്നൊക്കെ പറയൂലേ, മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഈ സദാചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്തിക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചേമ്പേഴ്സ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എത്തിക്സിന്, എ കോഡ് ഓഫ് ബിഹേവിയർ കൺസിഡേർഡ് കറക്റ്റ്, അല്ലേ? ഒരു തരത്തിലുള്ള പെരുമാറ്റം അത് ബാക്കിയുള്ള ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നു എന്നാണ് ചേമ്പേഴ്സ് ഓഫ് ഡിക്ഷണറി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡെഫിനിഷൻസാണ് നമുക്ക് പ്രധാനമായിട്ടും എത്തിക്സിന്